ഹലോ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് കുറച്ച് പ്രത്യേകതകളുണ്ടെന്ന് ഷൂട്ടിങ്ങിൽ കേട്ടോ, കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ ജോലി സ്ഥലത്ത്, ചേട്ടൻ്റെ ഏകദേശം ജോലി സ്ഥലത്തേക്ക് അവിടെ ജയ ബേക്കറിയുടെ അവിടേക്ക് പോയി കേട്ടോ, നമ്മുടെ ടൗണിൽ. അപ്പോൾ അവിടേക്ക് ചെന്നപ്പോൾ ചേട്ടൻ എനിക്ക് പൈസ തന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അത് കഴിഞ്ഞ് ബസ്സിൽ കയറി പോകുന്നു. അവിടെ നിന്ന് വാങ്ങിക്കാൻ കുറച്ച് റേറ്റ് കുറവൊക്കെ കിട്ടും, പക്ഷേ ഇരുട്ടാവില്ല. അത് കാരണം കൊണ്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് നിന്നില്ല. നേരെ ബസ് കയറി നമ്മുടെ വെട്ടുകാടെത്തി. വെട്ടുകാടെന്ന് ഞാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ച് പതുക്കെ നടന്ന് വരികയാണ് കേട്ടോ. നടന്നു വരുന്ന വഴിക്ക് മയിലിനും ഇതിനൊക്കെ കാണാറുള്ളത് ഞാൻ ഷൂട്ട് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി. ഹലോ. അപ്പോൾ കുറേ നാളായിട്ടോ വിചാരിച്ചിട്ട് കരിമീൻ പൊളിക്കണ മാതിരി പിലോപ്പി കിട്ടിയാൽ പൊള്ളിക്കണം കേട്ടോ. അപ്പോൾ പിലോപ്പി കിട്ടിയിട്ടുണ്ട്. പിലോപ്പിക്ക് അധികം വിലയൊന്നുമില്ല, പക്ഷെ നമുക്കിവിടെ കുട്ടല്ലൂർ ഇറങ്ങി വാങ്ങിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇറങ്ങി വീണ്ടും കയറി ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് കാരണം കൊണ്ട് വെട്ടുകാട് പിന്നെ പിലോപ്പിയൊന്നും വരില്ല. പിന്നെ നമ്മൾ തൃശ്ശൂർ പോയി മാർക്കറ്റിലൊക്കെ പോയി വാങ്ങിക്കണം. അത് പറ്റില്ല. അവിടെ പൂച്ചക്കുട്ടന്മാരോട് അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ, അവർക്ക് കിട്ടാനായിട്ട്. അപ്പോൾ അവർക്ക് വേഗം നന്നാക്കിയിട്ട് ഇത് കൊടുക്കാം. അപ്പോൾ വാഴയിലയിൽ നന്നായിട്ട് പൊള്ളിച്ചെടുക്കണം. മുറ്റത്ത് വയ്ക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഈ വൈകുന്നേരം നേരത്ത് നമുക്കതിന് നിവൃത്തിയില്ലല്ലോ. അപ്പോൾ സൺഡേയിൽ നമ്മുടെ ആദ്യത്തിൻ്റെ ബർത്ത്ഡേക്ക് ആദ്യം പറഞ്ഞിട്ട് മീൻ റെഡിയാക്കിയാൽ മതിയെന്ന്. അപ്പോൾ അന്ന് നമുക്ക് സൺഡേയിൽ നമുക്ക് മുറ്റത്തൊക്കെ ചെയ്യാം കേട്ടോ. ഇന്ന് പക്ഷേ വേറെ ഓപ്ഷനൊന്നുമില്ല. ഈ നന്നാക്കൽ മാത്രമേ മുറ്റത്തുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് അകത്ത് ചെയ്യാം. അപ്പം ഞാൻ എന്തായാലും ഈ മീൻ നന്നാക്കട്ടെ കേട്ടോ. കരിമീൻ്റെ പോലെ തന്നെയുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പൊള്ളിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ നന്നാക്കട്ടെ. അപ്പം അങ്ങനെ കത്രിക എടുത്തിട്ട് ചുറ്റും ആദ്യം ആ ഇതുകളൊക്കെ ഒന്ന് ചിറകും ഇതൊക്കെ കളഞ്ഞു. പക്ഷെ വാല് അവസാനം കളയാൻ പാടുള്ളൂ കേട്ടോ. ഞാനിത് ആരോടാ പറയണമെന്ന് എനിക്കറിയാം, എല്ലാവരും അത്യാവശ്യം അറിയണവരൊക്കെ തന്നെയാണ്. എന്നാലും ഞാൻ ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞു പോകണമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെ ചിറകുകളൊക്കെ ആദ്യം കത്രിക വെച്ച് വെട്ടി. പിന്നെ ഞാൻ കുറേ നാളായിട്ടാണ് നമുക്ക് അനു ഗിഫ്റ്റ് തന്നിട്ടുള്ളതിലുള്ളതാണ് ഈ ചെതമ്പൽ കളയുന്നത് കേട്ടോ, മീനിൻ്റെ ചെതമ്പൽ കളയണത്. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അതീപ്പനെ എനിക്ക് ഈ ചെതമ്പൽ കളയണ മീൻ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. അപ്പോൾ ഈ പിലോപ്പി എന്ന് പറയുന്നത് നല്ല ചെതമ്പല കത്തി കൊണ്ട് കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കത്തി കൊണ്ട് കളഞ്ഞ് നോക്കി പറ്റണില്ല. അപ്പോൾ ഇതുകൊണ്ട് പോയി എടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ടോ. ഭയങ്കര ഈസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി. ഇത്ര എളുപ്പത്തിൽ ഞാൻ ഈ മീനിൻ്റെ ചെതമ്പൽ ഇങ്ങനെ കളഞ്ഞിട്ടില്ല. ചില മീനുകളുണ്ടല്ലോ ചെതമ്പൽ കളയുന്നത്, നല്ലോണം ചെതമ്പലുള്ളത്. വേറൊരു ഇതേപോലെ ചുവപ്പ് കളറുള്ള വേറൊരു മീനുണ്ട്, നല്ല ടേസ്റ്റുള്ള മീനാണ്. ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു മുള്ളുകളൊക്കെ ഇട്ട്, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ആ മീനും ഇതേപോലെ ഭയങ്കര ചെതമ്പലാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ടാണ് വാങ്ങിക്കുള്ളൂ കേട്ടോ. ഇവിടെ കൊണ്ടുവന്നിട്ട് ക്ലീൻ ആക്കാറില്ല. ഈ ചെതമ്പൽ കളയാനുള്ള ബുദ്ധിമുട്ടാണ് മെയിനായിട്ട്. പിന്നെ കത്തീര ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ആദിത്യൻ ഇവിടെ വന്നിട്ട് കുക്കിംഗ് ആണ് കേട്ടോ. ചെറിയ ചെറിയ കുക്കിങ്ങുകളൊക്കെ ഇവരിങ്ങനെ ചെയ്യാറ് പതിവുണ്ട്. എന്താ പറയുക, ഞാൻ എന്തെങ്കിലും ജോലി എടുക്കാൻ വെച്ചാൽ അവർക്ക് വിശക്കണമെന്നുണ്ടെങ്കിൽ തട്ടിക്കൂട്ട് എന്തെങ്കിലും വേണമെങ്കിലൊക്കെ അവർ ചെയ്യാറുണ്ട്. മെയിൻ ഡിഷായിട്ടൊന്നും ചെയ്യാൻ അത്ര അറിയൊന്നുമില്ല, എന്നാലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ 2 പൊറോട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണം അവൻ നേരത്തെ കഴിച്ചു എന്ന് പറഞ്ഞു, സ്കൂൾ വിട്ട് വന്നപ്പോൾ വിശന്നപ്പോൾ. പിന്നെ ശ്രീകുട്ടനൊക്കെ കുറേ കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ ചേട്ടനൊക്കെ. ശ്രീകുട്ടന് പിന്നെ ചേട്ടൻ ഇറങ്ങുമ്പോൾ തന്നെ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ കൊണ്ടുവരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എത്തുമ്പോഴേക്കും അവൻ ആകെ ഗ്യാസ് നിറഞ്ഞിട്ട് 9 മണിക്കല്ലേ ജോലി കഴിയണുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ 9:45 ആവും എത്തുമ്പോൾ വഴിയിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. അപ്പോഴേക്കും അവനാകെ ഗ്യാസ് നിറഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റാണ്ടാവും. അപ്പോൾ ചേട്ടാ അവൻ ഇറങ്ങണോടുകൂടി തന്നെ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് കൊണ്ടുവരിക. പിന്നെ ആദ്യത്തിന് പിന്നെ ഇവിടെ നേരത്തെ എത്തില്ല. ആദ്യത്തിന് പിന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയോളും. ശ്രീകുട്ടനെ പിന്നെയും ഒരു മടി. ആദ്യത്തിന് അങ്ങനെ കുക്കിങ്ങിനോട് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. ആദ്യത്തെ ശ്രീകുട്ടൻ ചെയ്യും, അതിനൊരു നേരം കാലമൊക്കെ ഉണ്ട്. അങ്ങനെ വയ്യാണ്ടിരിക്കണ നേരത്തോ അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഭയങ്കരമായിട്ട് ജോലി കഴിഞ്ഞ് ടയേർഡായിരിക്കണ നേരത്തോ ഒന്നും അവനങ്ങനെ കുക്കിംഗ് ചെയ്യാൻ ഇഷ്ടമില്ല. അതിപ്പോൾ ആർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ആദ്യത്തിന് എന്തോ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എന്നെ കാണുമ്പോഴാണ് ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ ഇന്ന് ഞാൻ അവിടെ ജോലി ചെയ്യല്ലേ, അത് കാരണം കൊണ്ട് അവനങ്ങനെ കുഴപ്പമില്ല. പിന്നെ എനിക്കും വിശക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ അവൻ ആ പൊറോട്ടനെ പിച്ചോടി ഇട്ടിട്ട് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ളൂ. ഇത്തിരി ഉള്ളിയും സവോളയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഇവൻ ഏറ്റവും സിമ്പിളായിട്ട് ഇത്തിരി മുളകൊക്കെ മൂപ്പിച്ച് മുട്ടയിട്ടിട്ട് ഇത്തിരി ഉപ്പ് ഇട്ട് നല്ല ചിക്കി പരത്തി പിന്നെ പൊറോട്ട ഒന്ന് പൊട്ടിച്ചിട്ട് അതിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യണമൊക്കെ ഉള്ളൂ. പിന്നെ കുട്ടികളുടേതായ റെസിപ്പികൾ ചെയ്ത് പഠിക്കട്ടെ അല്ലേ. ഞാൻ ചെയ്യണതൊക്കെ ചെയ്യാൻ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത്ര സിമ്പിളായിട്ടൊന്നും നമുക്ക് സിമ്പിളായാലും കുട്ടികൾക്ക് അത് അത്ര സിമ്പിളൊന്നുമല്ല കേട്ടോ.
അപ്പോൾ അത് കാരണം അവരങ്ങനെ പിന്നെ സോയ ഉണ്ടാക്കും ആദിത്യൻ നന്നായിട്ട്. പക്ഷേ ഈ ഒരു പാത്രത്തിൽ അവനത്ര സുഖമില്ല, അത് കാരണം അവൻ സോയൊന്നും ഉണ്ടാക്കിയില്ല. ഇതാണ് ഇന്നവൻ ഉണ്ടാക്കിയത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിശക്കുമ്പോൾ പിന്നെ പറയാനില്ലല്ലോ, അടിപൊളിയല്ലേ. പിന്നെ മുട്ടയും പൊറോട്ടയും മിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അടിപൊളിയാണല്ലോ. അങ്ങനെ ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ആവുമല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ തീ കത്തിക്കണതിൽ മാത്രമാണ് ഒരു ശ്രദ്ധ വേണ്ടത്. ഇൻഡക്ഷനൊക്കെ ആകുമ്പോൾ അങ്ങനത്തെ കുഴപ്പമില്ലല്ലോ, പൊള്ളണേൻ്റെയും അങ്ങനത്തെ ഒന്നും പ്രശ്നങ്ങൾ വരില്ല. അങ്ങനെ അത് പാത്രത്തിലേക്കൊക്കെ ഇട്ട് റെഡിയാക്കി. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അപ്പം തന്നെ നനയ്ക്കാൻ പാടില്ല എന്ന് ഞാൻ എപ്പോഴും പറയും കേട്ടോ. പക്ഷേ ആദ്യത്തിന് അത് ഓർമ്മയില്ല. അവൻ അപ്പം തന്നെ ആ പാത്രം കഴുകി വെക്കണം. ആദ്യം നല്ല നീറ്റാക്കി ഇടും കേട്ടോ. എന്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ പാത്രങ്ങളൊക്കെ കഴുകി ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞ് നല്ല വൃത്തിയിലിടും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചേട്ടനൊന്നും അത്രയ്ക്ക് അങ്ങനെ ചെയ്യില്ല, പറഞ്ഞാൽ മാത്രമേ ചെയ്യുള്ളൂ. ചേട്ടനായാലും ശ്രീകുട്ടനായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഭയങ്കര മടിയാണ് അവർക്ക് വൃത്തിയാക്കാനായിട്ട്. പക്ഷെ ആദ്യത്തിന് അതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആദ്യം കുക്ക് ചെയ്താലും. അപ്പം ഞാൻ ചെതമ്പൽ കളഞ്ഞ് കഴിഞ്ഞിട്ട് അകത്തേക്ക് വന്നിട്ടുണ്ട്. പൂച്ചകൾ സമ്മതിക്കാണ്ടാണ് കേട്ടോ. ചെതമ്പൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നു കേട്ടോ. എന്താ വെച്ചാൽ പൂച്ചകളെ കൊണ്ട് ഒരു രക്ഷയില്ല, അത് കാരണം പോന്നു. അപ്പം നമ്മുടെ ആദ്യത്തിൻ്റെ കുക്കിങ്ങാണ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കുള്ള കുക്കിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. രണ്ടുപേരും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യും. അപ്പം അങ്ങനെ ഇന്ന് അവൻ കുക്ക് ചെയ്ത് തന്നിട്ടാണ് കേട്ടോ. അപ്പം ഞാനെന്തായാലും മീൻ ക്ലീൻ ചെയ്ത് ഈ കാര്യമായിട്ടില്ല, ചമ്മലുകളെല്ലാം കഴിഞ്ഞു. ഈ വേഗം തന്നെ നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. അപ്പം ഞങ്ങളത് കഴിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മീൻ ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകുക. നമ്മുടെ അലക്കല്ലും അല്ലെങ്കിൽ വല്ല കല്ലുമ്മയൊക്കെ ഇട്ട് ഉരയ്ക്കാൻ വെച്ചാൽ കറുപ്പ് കളർ മുഴുവൻ കളയാൻ പറ്റും കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ ഈ നേരത്ത് കല്ലുമ്മ പോയി ഉരയ്ക്കാനായിട്ട് പറ്റില്ല. പൂച്ച ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകും. അവർക്ക് അത്രയും കൊതിയായിട്ട് ഇരിക്കാൻ തലയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അവർക്ക് കുറച്ചൊരു സമാധാനമായി. എന്നാലും മുറ്റത്ത് ക്ലീൻ ആക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ. പകലായാലും ബുദ്ധിമുട്ട് തന്നെയാണ്. കാക്കകൾ ചുറ്റോട് ചുറ്റുണ്ടാവും. ഞാനിവിടെ വന്ന സമയത്ത് ഇങ്ങനെ അയില നന്നാക്കാൻ മുറ്റത്ത് ഇരുന്ന് നന്നാക്കാനൊക്കെ ഉള്ളൊരു കൊതിയുണ്ട്. പോയി മുറ്റത്ത് ഭയങ്കര വിസ്തരിച്ചിരുന്നൊക്കെ നന്നാക്കി ഒരയില കാക്ക കൊണ്ടുപോയിട്ടാന്ന് വെച്ചാൽ ചുറ്റും ഒരു 10-15 കാക്കയുണ്ടാവും. പകലായാലും രാത്രിയായാലും നമുക്ക് മുറ്റത്തിരുന്ന് മീൻ ക്ലീൻ ആക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വേറെ ഒരാളും കൂടെ വേണം. ഇപ്പോൾ എന്തായാലും അതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ മീൻ നല്ല താത്തി വരഞ്ഞെടുത്തു. പക്ഷേ കത്തിക്ക് മുറിച്ചില്ലാണ്ട് എനിക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഓർത്തത് അതിന് ഗിഫ്റ്റ് തന്നതിൽ നല്ല കത്തി ഉണ്ടല്ലോ എന്ന്. അപ്പം ഞാൻ വേഗം പോയി അതെടുത്തു. നല്ല മുറിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ മുള്ളടക്കം മുറിഞ്ഞ് പോണ്ടായിരുന്നു. അപ്പോൾ നല്ല മുറിച്ചിട്ടുണ്ട്. ഇനി മുറിച്ച് കുറയുമെന്നൊന്നും അറിയില്ല. ചേട്ടൻ ബീഫൊക്കെ നുറുക്കാനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ സാധാരണ ചെറിയ മീനുകളൊന്നും ഇത് എടുക്കാറില്ല. ഇത് പിന്നെ ഇത്തിരി തൊലിക്ക് കട്ടിയുണ്ട്. അത് കാരണം നല്ല മൂർച്ചയുള്ള കത്തി വേണം. മറ്റേ ചെറിയ കത്തികളൊക്കെ പച്ചക്കറികൾ അരിയാനായിട്ട് നല്ല ബെസ്റ്റാണ്. പക്ഷേ മീനും ഇറച്ചിക്കൊന്നും അതത്ര അങ്ങോട്ട് പോരാ കേട്ടോ. ഇങ്ങനത്തെ കത്തി വേണം. പിന്നെ ഞാൻ ഇതിലേക്ക് ആദ്യം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിലേക്ക് ചെറുതായിട്ടൊരു മസാല തയ്യാറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതൊരു മിക്സി എടുത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുമന്നുള്ളി, കുറച്ച് മീനല്ലേ ഉള്ളൂ, 3-4 1 കിലോ തികച്ചില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ മീൻ കഴിച്ചാൽ ഭയങ്കര ഗ്യാസിൻ്റെ പ്രോബ്ലമാണ് കേട്ടോ. മീൻ എൻ്റെ വയറിന് അത്ര ശരിയല്ല. അപ്പോൾ അത് കാരണം ഇത്തിരി കൂടുതൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തു. കറിവേപ്പിലും ഒരു തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടുള്ള കുരുമുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. എൻ്റെ കയ്യിൽ പൊടി ഉണ്ടായിരുന്നുള്ളൂ, അത് കാരണം കൊണ്ട് മുളക് പൊടി ചേർത്തു. പിന്നെ 2 കറുകപ്പട്ടിയും ഇത്തിരി പെരിഞ്ചീരകവും കൂടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എത്ര അരയ്ക്കാൻ പറ്റുന്നോ അത്ര പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഈ വരയുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഇറക്കി അങ്ങനെ അങ്ങോട്ട് വിരലുകൊണ്ട് താത്തി കുറച്ചും കൂടി അടുപ്പിച്ച് വരയാന്ന് വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ. എത്ര വരഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ടേസ്റ്റ്. ഇങ്ങനെ വറുത്ത് കഴിച്ചാൽ തന്നെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെയാണല്ലോ നമ്മൾ സ്ഥിരമായിട്ട് വറുത്ത് കഴിക്കുക. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്നും ഇങ്ങനെ തന്നെ വേണ്ട, ഒരു സ്പെഷ്യലാവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. മീൻ പൊള്ളിച്ചതൊക്കെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേട്ട് ഞാൻ പിള്ളേർക്ക് ചെറുപ്പത്തിലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹലോ, അപ്പോൾ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു. ഒന്ന് പാത്രങ്ങൾ കഴുകാൻ അങ്ങ് എടുത്തിട്ടു കേട്ടോ. ജല്ലതോ അടഞ്ഞെടുക്കണ കാരണം എക്കോ കഴിഞ്ഞ്, അപ്പോൾ അത് കാരണമാക്കി. അപ്പോൾ മുഖക്ക് ക്ഷീണമായില്ല. അപ്പം ഞാൻ പോയിട്ട് പാത്രങ്ങളൊന്ന് കഴുകി വെച്ചിട്ട് പോയിട്ട് ഡ്രസ്സ് മാറി വന്നിട്ട് പാത്രങ്ങൾ കഴുകാമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കുളിച്ചാൽ റെഡി ആവില്ല. നമുക്ക് മീൻ വറക്കുമ്പോഴും ചൂടാക്കുമ്പോഴൊക്കെ
ചൂടിങ്ങനെ വരും. അപ്പോൾ ശരിയാവില്ല. അത് കാരണം ഞാൻ വേഗം പോയി ഡ്രസ്സ് മാറി ഇത്ര നേരം വെച്ചാൽ മീൻ റെഡിയാക്കി 1 മണിക്കൂറെങ്കിലും അത് വെക്കണം. അപ്പോൾ ആ ഒരു ടൈം ഒട്ടും കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡ്രസ്സൊന്നും മാറാണ്ട് വേഗം തന്നേലിനുള്ളതൊക്കെ കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വേഗം ഡ്രസ്സ് മാറാണ്ടൊക്കെ ചെയ്ത് ഇനി പോയി ഡ്രസ്സ് മാറിയിട്ട് വന്ന് പാത്രങ്ങളൊക്കെ കഴുകി ചോറ് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ബാക്കി പാത്രങ്ങൾ കഴുകണം. പിന്നെ മീൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ അരിഞ്ഞ് റെഡിയാക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കാം. ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് തരട്ടെ കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. കമ്മലൊക്കെ മാറ്റിയപ്പോൾ ഒരു സമാധാനം കിട്ടിയ മോൻ കഴുകിയില്ല, മുളകൊക്കെ അരച്ചതല്ലേ. അപ്പോൾ എന്തായാലും മോൻ കഴുകിയ പണി കിട്ടും. അപ്പോൾ അത് കാരണം അതിന് നിന്നില്ല. പാത്രം കഴുകി കഴിഞ്ഞിട്ട് മോൻ കഴുകാമെന്ന് വിചാരിച്ചിട്ടോ. മുഖത്ത് ഭയങ്കര ക്ഷീണമുണ്ട്. മോൻ കഴുകിയ ഒരു ഉഷാറ് വരും. പക്ഷേ ഇനി ആ പാത്രം 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ പാത്രം കഴുകി കഴിയില്ല. അത് കഴിഞ്ഞ് ഒന്ന് കഴുകി തുണികളൊന്ന് കഴുകിയിട്ടിട്ട് വന്നിട്ടാണ് മീൻ റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ കൊതി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം അലക്കാനൊന്നും പോവില്ല, ആദ്യം മീൻ വയ്ക്ക് നിൽക്കും കേട്ടോ. അപ്പോൾ എന്തായാലും പാത്രം കഴുകട്ടെ കേട്ടോ. ഒരു വിരലിൻ്റെ നഖം ഇങ്ങനെ അടർന്നിട്ടുണ്ട്, നമ്മൾ പുല്ലി എത്തിയില്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പാത്രം കഴുകാനൊക്കെ. എന്നാലും പിന്നെ അതൊക്കെ അങ്ങോട്ട് പോവും. അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ. നമ്മുടെ വലിയ പ്രത്യേകതയൊന്നും പറയാനൊന്നുമില്ല. വീട്ടമ്മമാർക്ക് ഇതൊക്കെ പൊള്ളലും കൈമുറിയിലും ഒക്കെ പതിവാണ്. അപ്പോൾ ആദ്യം നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് മുന്നൊക്കെ ഇതൊക്കെ വലിയ കാര്യമായിരിക്കും അല്ലേ. പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ സാധാരണ സംഭവമായി മാറും. എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഞാൻ വേഗം പാത്രം കഴുകട്ടെ. വർത്താനം പറഞ്ഞു നിന്നുണ്ടെങ്കിൽ പാത്രം കഴിയില്ല. അപ്പോൾ കഴുകട്ടെ കേട്ടോ. അങ്ങനെ വേഗം പാത്രങ്ങളൊക്കെ കഴുകി മാറ്റി വെച്ചു. കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞ്. അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. ആ മീൻ റെഡിയാക്കാനും അങ്ങനെയൊന്നും ഒരു സുഖം ഉണ്ടാവില്ല. ആകെ വൃത്തികേടായിട്ട് കിടന്നാൽ. എനിക്ക് ആദ്യം തന്നെ ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് ഫസ്റ്റ് തന്നെ അടുക്കള വൃത്തിയാക്കൽ തന്നെയാണ് ചെയ്യുക. ഇപ്പം ഞാൻ ആദ്യം അലക്കാനാണ് കേട്ടോ പോവാറ്. പക്ഷേ ഇന്ന് അലക്കാൻ പോയിട്ടുണ്ടെങ്കിൽ റെഡി ആവില്ല എന്ന് എനിക്ക് തോന്നി. അത് കാരണം കൊണ്ടാണ് ഞാൻ മീനൊക്കെ ക്ലീനാക്കാനും അടുക്കള വൃത്തിയാക്കാനും അങ്ങനെയൊക്കെ നിന്നത് കേട്ടോ. ഞാൻ അലക്കാൻ പോവാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ശ്രീകുട്ടനും ഞാൻ ആദ്യം വിചാരിച്ചു അലക്കാൻ പോവാന്ന്. പിന്നെ എനിക്ക് തോന്നി ഇവരങ്ങനെ നേരത്തെ വന്നാലോ, എന്തോ മനസ്സങ്ങനെ പറഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ അവർ നേരത്തെ വന്നു. അവരെ ജീവൻ്റെ മോളുടെ എന്തോ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ ഇന്ന് അവിടെ നിന്നായിരുന്നു. അപ്പോൾ ഇന്ന് അത് കാരണം നേരത്തെ വിട്ടു എന്നൊക്കെ പറഞ്ഞ് നേരത്തെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം മുഴുവൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പണികൾ. അവർ വരുമ്പോഴേക്കും വേഗം വറക്കാനായിട്ട് വെച്ചു കേട്ടോ. ഇങ്ങനെ തന്നെ കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇങ്ങനെ ഇലയിലൊക്കെ വാട്ടിയാനൊക്കെ. അപ്പോൾ ചുമന്നുള്ളിയും വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു സവോള എടുത്തിട്ടുണ്ട്, ഇത്തിരി മസാല കൂടുതലുണ്ടാവാൻ, ഒരു മുറി നാളികേരം, പച്ചമുളക് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ മുളകിൻ്റെ. ഞാൻ പിന്നെ പച്ചമുളക് മാറ്റി വെച്ചു കേട്ടോ. 1-2 എടുത്തോളാം. ചായത്തിൻ്റെ വായിൽ എൻ്റെ വായിലൊക്കെ പോളുണ്ട്. എന്ത് പറ്റിയെന്ന് അറിയില്ല, പെട്ടെന്ന് തന്നെ അങ്ങനെ വന്നത്. എനിക്കങ്ങനെ പോളൊന്നും വരാറേ ഇല്ല. എനിക്ക് ആദ്യത്തിലൊക്കെ ഒരേപോലെ ഒറ്റയടിക്ക് വന്നു കേട്ടോ. വയറിൽ അസുഖം ഉണ്ടാകുമ്പോഴങ്ങനെ വരിക എന്ന് പറയുന്നു. എന്തായാലും ഉപ്പുള്ളതൊക്കെ പിടിച്ചപ്പോൾ ഇത്തിരി കുറവായിട്ടുണ്ട്. പിന്നെ ഞാൻ കറിവേപ്പിലൊക്കെ എടുത്ത് വയ്ക്കാൻ കേട്ടോ. ഞാൻ പോന്നപ്പോൾ ഇത്തിരി കറിവേപ്പിലയും എല്ലാം അതും വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാദ്യം റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വഴറ്റാനുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. കറിവേപ്പില ഞാൻ കടയിൽ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഉണങ്ങിപ്പോയി കേട്ടോ. ഇപ്പോൾ കുറച്ച് ഉണക്ക കറിവേപ്പില ഇരിക്കുന്നത്. പക്ഷേ ഇതിൽ അതിട്ടാൽ ശരിയാവില്ല. അത് കാരണം ഞാനൊരു 10 രൂപയ്ക്ക് കറിവേപ്പില വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ പുറത്ത് കൊണ്ടുപോയി കളഞ്ഞു. കറിവേപ്പില ഞാൻ എടുത്ത് വെച്ചു. ആവശ്യത്തിനുള്ളത് ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ നാളികേരമൊക്കെ ചെരുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉള്ളി റെഡിയാക്കണതിൻ്റെ ഇടയിൽ തന്നെ മീൻ വറക്കൽ. ഈ 2 മീനാണ് വറക്കാൻ പറ്റുള്ളൂ. അത്യാവശ്യം വലിപ്പത്തിലുള്ള മീനായതുകൊണ്ട് തന്നെ നമുക്ക് മുഴുവനായിട്ട് ആ ചട്ടിയിൽ കൊള്ളില്ല. അപ്പോൾ അങ്ങനെ 2 വറുത്ത് മാറ്റണം കേട്ടോ. നന്നായിട്ട് മൊരിയണം മീൻ, എന്നാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഏറ്റവും വലിയ മീനായിരുന്നു ഏറ്റവും ടേസ്റ്റ് കേട്ടോ ഈ തേങ്ങാപ്പാലിലിട്ട് വെച്ചത്. എനിക്ക് അവിടെ നിന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ കാല് കിടക്കില്ല. അപ്പോൾ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കങ്ങനെ സ്റ്റൂളുമേയും കസേരമൊക്കെ ഇരിക്കണേക്കാളും താഴത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ കാലുവേദന തണ്ടൽ വേദന അങ്ങനെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവാറില്ല. അത് കാരണം കൊണ്ട് ഞാൻ താഴത്തിരിക്കണമെന്ന് മാത്രം. അങ്ങനെ അതാ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടിപൊളിയായില്ലേ. എത്രയാ
പുളിയൊക്കെ അപ്പോൾ ഈ മിഠായി ആദ്യം തന്നെ വായയിലിടുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മധുരം വന്നും, പിന്നെ ആ മിഠായി കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഫസ്റ്റ് നമുക്ക് തുപ്പാൻ തോന്നും. ചേട്ടൻ്റെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. ആദ്യത്തിൻ്റെ അവിടെ വെള്ളം ഇതിൽ ചൂടാക്കാൻ കെറ്റിലിൽ വെക്കുന്നുണ്ട്. ശ്രീകുട്ടൻ പുതിയ പാൻറ്റ് വാങ്ങിച്ചത് അത്ര റെഡിയാക്കിയപ്പോൾ ഷേപ്പാക്കിയപ്പോൾ അവന് പാകം ഇല്ലാണ്ടായി. അപ്പോൾ ആയത്തിനോട് എടുത്തോളം പറയുകയാണ്. പക്ഷേ ആയത്തിന് ശ്രീകുട്ടനൊക്കെ ഏകദേശം ഒരേ ഹൈറ്റാണ് കേട്ടോ ഇപ്പം. അപ്പോഴേക്കും ഞാൻ വേഗം ചീനിച്ചട്ടി വെച്ച് അവർ വരുമ്പോൾ എല്ലാം കഴിക്കണമെന്ന് വിചാരിച്ചതാണ്. ഇപ്പം നേരത്തെ വിട്ട കാരണം കൊണ്ട് രക്ഷയില്ല. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാട്ട് ഉള്ളിയും വെളുത്തുള്ളിയും സവോളയും ഉപ്പും കറിവേപ്പിലും പിന്നെ നമ്മൾ മുന്നേ മീനിൽ പരത്തി നീ ചൂടുമ്പോൾ ശരിയാവൂ. ഇനിയിപ്പോ സുഖയില്ലേ? പാന്റ് ഷർട്ടും കൂടി ആയ രക്ഷപ്പെട്ടു. സെറ്റായി. ആദ്യം വേഗത്തിൽ വേണം വെച്ചേ. അവന് ഒരു 6 മാസം കഴിഞ്ഞ ഉയരം വെച്ചു. അപ്പൊ അവന് പാകില്ലാണ്ടായി. അതങ്ങനെ ഈ പാന്റ് അടിക്കുമ്പോ ഒരു കുറച്ച് ഇങ്ങനെയൊക്കെ അടിക്കുള്ളൂ. അതായത് കീറി പൊതിയണ ഒരു രീതിയില്ലേ 5 കീറി. അപ്പം അങ്ങനെ ആദ്യത്തിനും ശ്രീരാഗൊക്കെ പാൻറ്റ് മാറി ഇട്ട് കൊടുത്ത് ഞായത്തിനോടൊന്ന് വണ്ണം വയ്ക്കാൻ പറയണം കേട്ടോ. അപ്പം എനിക്ക് ഇല വാട്ടാനായിട്ട് വെള്ളം തിളപ്പിച്ച് ചേട്ടാ ഇല വാട്ടാനായിട്ട് മുക്കി റെഡിയാക്കി തരുന്നുണ്ട്. അപ്പോൾ അതും അങ്ങനെ റെഡിയാക്കണം. ഞാൻ നാളികേരപ്പാൽ പിഴിയാനായിട്ട് വെക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ ശബ്ദം കൊടുക്കാമെന്ന് വിചാരിച്ച, പക്ഷേ നമ്മുടെ ഇൻഡക്ഷൻ്റെ ശബ്ദം വല്ലാണ്ടായ കാരണം കൊണ്ട് വീഡിയോയിൽ ഭയങ്കര ഡിസ്റ്റർബൻസ്. അത് കാരണം ആ ശബ്ദം കളഞ്ഞ് ഞാൻ വീണ്ടും ശബ്ദം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ പിഴിയുന്നതാണ് നല്ല കട്ടിക്കുള്ള ഫസ്റ്റ് പാലില്ല, ഒരു 3/4 ഗ്ലാസ്സൊക്കെ അത്ര എടുത്താൽ മതിയാവും. ബാക്കിയൊന്നും എടുക്കണ്ട. പിന്നെ ഞാൻ ആ മസാലയിലേക്ക് നമ്മൾ മീൻ വറുത്ത് വെച്ച് മാറ്റി വെച്ച മസാല ഉണ്ടല്ലോ, ആ വെളിച്ചെണ്ണയൊക്കെ ബാക്കിയുണ്ട്, അതും ഞാനങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ആ മീനിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടാവാനായിട്ടാണ്. അതൊക്കെ റെഡിയാക്കി പിന്നെ തേങ്ങാപ്പാൽ പിഴിയാൻ പോയി. അപ്പോൾ ഓരോരുത്തരും ഓരോരോ ജോലികളിൽ ഏർപ്പെട്ടേക്കെ കേട്ടോ. ശ്രീകുട്ടൻ തോർത്തും കൊണ്ട് കൊടുത്ത് നിൽക്കുകയാണ്. എന്താ വെച്ചാൽ കുളിക്കാൻ, ഇത് കഴിച്ചിട്ട് വേണം കുളിക്കാൻ പോകാൻ. അവന് വരുമ്പോഴേക്കും എല്ലാതും ഒരുക്കി വെക്കണതാണ് സന്തോഷം. ഞാൻ അങ്ങനെ വിചാരിച്ചു ചെയ്യണമെന്ന്, പക്ഷെ ഇന്ന് നേരത്തെ വന്ന കാരണം പറ്റിയില്ല കേട്ടോ. എന്താ ചെയ്യുക. പിന്നെ അതിനിടയ്ക്ക് കെറ്റിലിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. കെറ്റിൽ അതിനിടയ്ക്ക് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിയാക്കാൻ കൊടുത്തിട്ട് ശരിയാക്കാൻ 100 രൂപ ആകെ ആയുള്ളൂ. പക്ഷേ ഞാൻ ചേട്ടനോട് തല്ല് പിടിക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ അതിൻ്റെ ഒരു പിടുത്തമുണ്ടല്ലോ, പിടുത്തമ്മ ആകെ എല്ലായിടത്തും ചൂടാവും. പിടുത്തത്തമ്മ ചൂടാവാൻ പാടില്ലല്ലോ ശരിക്കും. കുട്ടികളായാലും അമ്മ ഇനിയും വരുമ്പോഴായാലും വെള്ളം ചൂടാക്കി കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു കെറ്റിലും ആണ്. അപ്പോൾ അതൊന്നും ഇനി അവർക്കൊന്നും ഉപയോഗിക്കാനായിട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ചേട്ടൻ പറയുന്നത് അത് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുള്ള കുഴപ്പം കൊണ്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ അവർ നന്നാക്കിയതിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് പാടുപെടേണ്ടി വന്നു ചേട്ടൻ്റെ അടുത്ത്. എന്നാലും പിന്നെ പറഞ്ഞ് കുറേ പ്രാവശ്യം പറഞ്ഞപ്പോൾ അങ്ങോട്ട് മനസ്സിലായി. ഇനിയിപ്പോൾ രണ്ടാമത്തെ ആൾ പോയി ചോദിക്കണ പരിപാടിയൊന്നും ആൾ ചെയ്യില്ല കേട്ടോ. ഇനിയിപ്പോൾ ഉള്ളി മസാലകളൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നു. അതിലേക്ക് നമ്മുടെ കട്ടി തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു. ഇത് തന്നെ കഴിക്കാൻ അപാര ടേസ്റ്റാണ്. പിന്നെ അതിൽ മീനും കൂടി ഇട്ടാലത്തെ കഥ പറയണ്ടല്ലോ. അപ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ മീനിട്ട് കൊടുക്കുക കേട്ടോ. തിളയ്ക്കുമ്പോഴേക്കും പെട്ടെന്ന് കുറുതാവും എന്നുവെച്ചാൽ അതിന് ഗ്രേവി ഉണ്ട്. പിന്നെ നല്ല കട്ടി തേങ്ങാപ്പാലാണ്. മീനും കൂടി ഇടുമ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ തേങ്ങാപ്പാൽ അങ്ങോട്ട് വറ്റും കേട്ടോ. അപ്പം ഞാനിത് എല്ലാ മീനുകളും ആ തേങ്ങാപ്പാലിലേക്ക് അങ്ങോട്ട് മുക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ അങ്ങോട്ട് അതിലേക്ക് പിടിക്കും. ആ തേങ്ങാപ്പാലിലും ഇതൊക്കെ നല്ല ടേസ്റ്റ് വരും കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കാൻ ഇനിയിപ്പോൾ ഇലയിൽ പൊതിന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ നമ്മളെന്തായാലും അങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ ഞാൻ ഓരോ മീനായിട്ട് എടുത്ത് ഇലയിലേക്ക് വെച്ചു. പിന്നെ നമ്മുടെ മസാല മീനൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും മസാല നല്ല അവിടെ കിടന്നിട്ട് നല്ല ഇങ്ങനെ ഇതേപോലെയായി കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല മീനിൻ്റെ മുകളിലേക്കായിട്ട് ഞാനിങ്ങനെ വെച്ച് കൊടുത്തു. ഇതിനേക്കാളൊക്കെ നല്ല കളറുണ്ട് കേട്ടോ. നമ്മുടെ ക്യാമറയിൽ അത്ര കളറില്ലാത്തതാണ്. പിന്നെ തുമ്പലുണ്ടല്ലോ, വാഴയില തുമ്പല, അതുകൊണ്ട് ചെയ്യേണ്ടതാവും കേട്ടോ കുറച്ചും കൂടി നല്ലത്. എനിക്ക് ഈ ഒരു സമയം വാഴ ഇല മുറിക്കാൻ പോകാൻ പറ്റിയില്ല.
പറമ്പിലേക്ക് പോകാൻ ബുദ്ധിമുട്ടല്ലേ ഈ ഒരു പാതിര നേരത്ത്. പകലോടെ അത് മുറിച്ച് വെക്കാനായിട്ട് ഓർമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെ അത് പൊതിഞ്ഞ് കെട്ടി പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വെച്ചിങ്ങാട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒരിച്ചെടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് 5 എണ്ണം അങ്ങനെ 5 മീനാണ് ഉണ്ടായിരുന്നത്, 5 എണ്ണം അങ്ങനെ റെഡിയാക്കി വെച്ചു. പിന്നെ ഞാൻ അതിനിടയ്ക്ക് തന്നെ വേഗം പാത്രങ്ങൾ കഴുകി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ എല്ലാതും കൊണ്ടുപോയി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കണ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം കൂടി എടുക്കാണ്ട്. അപ്പോൾ ആദ്യത്തിനോട് ഞാൻ പറയുകയാണ് അതും കൂടി ആയിട്ട് കൊണ്ടുപോകാൻ. ചോറും വെള്ളവും പാത്രങ്ങളും അങ്ങനെ എല്ലാതും കൊണ്ടുവച്ചോ, അപ്പോഴേക്കും മീനും കൂടി ആയിക്കോളും. അപ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ആ ഒരു മീൻ മാത്രമേ കഴിച്ചുള്ളൂ, പിന്നെ ചോറൊന്നും ഉണ്ണാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. ശ്രീകുട്ടൻ അങ്ങനെ തന്നെ. ആദിത്യം പിന്നെ മുന്നേ കുറച്ച് ചോറുണ്ടിട്ടുണ്ടായത് കൊണ്ട് ആ ചോറിത്തിരി ഉണ്ട്. ചേട്ടൻ പിന്നെ ഇത്തിരി ചോറും മീനും ഒക്കെ കൂടി കഴിച്ചു. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്കിപ്പോൾ കരിമീൻ കിട്ടിയിട്ടൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. പക്ഷേ ഇതേപോലെ കിട്ടണ മീൻ വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. കുറച്ചൊരു പണിയെടുക്കണം എന്ന് മാത്രം. ഇങ്ങനെ ഈ പിലോപ്പി ഇതേപോലെ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കാൻ ഒരെണ്ണത്തിന് 150 രൂപയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അത് കേട്ട അന്ന് തുടങ്ങി ഞാൻ വിചാരിച്ചതായിരുന്നു ഇങ്ങനെ നമ്മുടെ വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം എന്ന് കേട്ടോ. എന്തായാലും അവരെക്കാളും നല്ല അടിപൊളി നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും. എപ്പോഴും വൃത്തിയിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കുമല്ലോ. അപ്പോൾ ആദിത്യൻ വലുത് നോക്കി എടുത്തതാണ്. പക്ഷേ അതിൻ്റെ തലഭാഗം അങ്ങോട്ട് നല്ലോണം വെളിച്ചെണ്ണയിൽ മുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സംസാരമൊക്കെ ശരിക്കും ഞാൻ ഇടണമെന്ന് വിചാരിച്ചു. പക്ഷേ ഫാനിൻ്റെ സൗണ്ടോട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയ കാരണം അത് സംസാരം കട്ട് ചെയ്തു. പിന്നെ അടുത്ത പ്രാവശ്യം ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകരുത് കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഷോർട്സും കുറേ കുക്കിംഗ് വീഡിയോകളും ഒക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ട് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ഇടാൻ മറന്നു പോയില്ലല്ലോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.